ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെയും ചൈതന്യത്തിന്റെയും പ്രതിഫലനമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപി പ്രവർത്തകരെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. 4 കോടിയിലധികം രജിസ്ട്രേഷനുകൾ നേടി ഗിന്നസ് റെക്കോർഡ് മറികടന്ന് പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷ പേ ചർച്ച. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് സംബന്ധിച്ച സംഭവ പരമ്പരകളെ തുടർന്ന് ജമ്മുകാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ജാഗ്രത ശക്തമാക്കി സുരക്ഷാസേന. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ സോമനാഥ സ്വാഭിമാൻ പർവിന്റെ ഭാഗമായി ഗുജറാത്തിലെ പ്രഭാസ് പടാനിൽ സംഘടിപ്പിച്ച മഹാശൌര്യയാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. നൂറ്റാണ്ടുകളായി സോമനാഥ ക്ഷേത്രം സംരക്ഷിച്ച എണ്ണമറ്റ യോദ്ധാക്കളോടുള്ള ആദരസൂചകമായി 108 കുതിരകൾ അണിനിരന്ന ആചാരപരമായ ഘോഷയാത്രയായിരുന്നു ഇത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരും യാത്രയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കുചേർന്നു. സോമനാഥ ക്ഷേത്രം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച എണ്ണമറ്റ യോദ്ധാക്കൾക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. सोमनाथ स्वाभिमान पर्व 1000 साल पहले हुए विध्वंस के स्मरण के लिए नहीं, ये पर्व 1000 साल की यात्रा का पर्व है. ये हमारे भारत के अस्तित्व और अभिमान का पर्व है. ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രാജ്കോട്ടിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരള സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപി ജനപ്രതിനിധികളുടെ യോഗത്തെ അദ്ദേഹം ഇപ്പോൾ അഭിസംബോധന ചെയ്യുകയാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം വികസിത കേരളത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി ഇന്ന് രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഉച്ചയ്ക്ക് കേരള കൌമുദി കോൺക്ലേവ് ഉദ്ഘാടനവും ശ്രീ ഷാ നിർവഹിക്കും. NDA നേതൃയോഗത്തിലും ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ഇന്ന് രാത്രി ഡൽഹിക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഫ്രാൻസ്, ലക്സംബർഗ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുപക്ഷവും ധാരണയായി. വീണ്ടും റെക്കോർഡ് സൃഷ്ടിച്ച് പരീക്ഷ പേ ചർച്ച. ഇതുവരെ 4 കോടിയിലധികം പേരാണ് ഇത്തവണത്തെ പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡായ 3.56 കോടിയെ ഇത് മറികടന്നു. വാർഷിക ആശയവിനിമയത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദരഹിത പരീക്ഷാ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രസ്ഥാനമായി ഈ സംരംഭം വളർന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിദ്യാർത്ഥികളോട് ഈ വർഷത്തെ പതിപ്പിൽ സജീവമായി പങ്കുചേരാനും പരീക്ഷ അടുക്കുമ്പോൾ ആത്മവിശ്വാസം, സമ്മർദ്ദ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ നിന്ന് പ്രയോജനം നേടാനും മന്ത്രി അഭ്യർത്ഥിച്ചു. 56ാമത് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ പരിപാടിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഫിറ്റ്നസും ആരോഗ്യവുമുള്ള യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. दोस्तों, साइकिलिंग एक फिटनेस है. आप साइकिलिंग के साथ जुड़ के अपने स्वयं को फिट रख सकते हो. आप देश को लीडरशिप देना चाहते हो तो जरूरी है कि स्वयं फिट रहे. आप फिट होंगे, आप स्वस्थ होंगे तो आप अवश्य सोसाइटी को लीडरशिप दे पाओगे. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. പ്രകൃതിയുടെ കീഴിൽ
വിജയകരമായി പൂർത്തിയാക്കിയ പദ്ധതികളിൽ ഒന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ജബൽപൂർ ഗോണ്ടിയ ഗേജ് പരിവർത്തന പദ്ധതി. ഏകദേശം 285 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി നിർമ്മാണ കാലയളവിൽ തുടർച്ചയായ വെല്ലുവിളികൾ നേരിട്ടു. 2016 മാർച്ചിൽ പദ്ധതി പ്രകൃതി സംവിധാനത്തിന് കീഴിൽ ഏറ്റെടുത്തതോടെ ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടപ്പാക്കി. പദ്ധതി 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്തു. ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് സംബന്ധിച്ച സംഭവ പരമ്പരകളെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സുരക്ഷാസേന ജാഗ്രത ശക്തമാക്കി. ഗുരേസ്, ഉറി, കർണ, തങ്ധർ മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രധാന അതിർത്തി മേഖലകളും ജമ്മു മേഖലയിലെ നിർണായക പ്രദേശങ്ങളും കർശന നിരീക്ഷണത്തിലാണ്. അതിനിടെ സാംബ ജില്ലയിലെ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ ഡ്രോൺ മുഖേന നിക്ഷേപിച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും അതിർത്തി സുരക്ഷാസേന കണ്ടെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വിഴിഞ്ഞത്തിന് പുറമെ മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ശബരിമലയിൽ മകരവിളക്കിന് 2 നാൾ മാത്രം ബാക്കി നിൽക്കെ പർണശാലകൾ ഒരുക്കി തീർത്ഥാടകർ. എരുമേലിയിൽ പേട്ടതുള്ളൽ ആരംഭിച്ചു. പന്തളത്ത് നിന്ന് നാളെ പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് 2 നാൾ മാത്രം ശേഷിക്കെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തിന്റെ പരിസര പ്രദേശങ്ങളിലായി പർണശാലകൾ ഒരുക്കി ജ്യോതി ദർശനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നു. ഉച്ചയ്ക്ക് 3ഓടെ ആലങ്ങാട്ട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ നടക്കും. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വഡോദരയിൽ ഉച്ചയ്ക്ക് 1:30 ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് രാത്രി 11 പ്രക്ഷേപണം ചെയ്യും. ഉള്ളടക്ക ക്രമീകരണത്തിലെ തെറ്റുകളും പോരായ്മകളും അംഗീകരിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ X നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. മോശം ഉള്ളടക്കത്തിന്റെ ആശങ്ക ഉന്നയിച്ച് ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം Xന് നോട്ടീസ് നൽകിയിരുന്നു. തൊഴിൽ തട്ടിപ്പിനെ തുടർന്ന് മ്യാൻമറിൽ കുടുങ്ങിയ 27 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി മോചിപ്പിച്ചു. ഇന്ത്യക്കാരെ ജോലിക്കെന്ന വ്യാജേന എത്തിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാക്കുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ പൌരന്മാർ ഇന്നലെ ഡൽഹിയിൽ എത്തി. മ്യാൻമറിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള 100 ടൌൺഷിപ്പുകളിലേക്കാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. സായുധ സംഘടനകൾ കാരണം മ്യാൻമറിൽ 3 ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരും. യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രീ സിബിഹയാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ റഷ്യയുടെ തെക്കൻ നഗരമായ വൊറോഷനിൽ ഇന്നലെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. യുക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണിതെന്ന് യുക്രൈൻ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെയും ചൈതന്യത്തിന്റെയും പ്രതിഫലനമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP പ്രവർത്തകരെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. 4 കോടിയിലധികം രജിസ്ട്രേഷനുകൾ നേടി ഗിന്നസ് റെക്കോർഡ് മറികടന്ന് പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് സംബന്ധിച്ച സംഭവ പരമ്പരകളെ തുടർന്ന് ജമ്മുകാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ജാഗ്രത ശക്തമാക്കി സുരക്ഷാസേന. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3-ന്.